Hi everyone, welcome to English with Jo YouTube channel. Day 26 if conditionals. എങ്ങനെ ഉപയോഗിക്കാം, എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അതിന് മുൻപായി ടെൻസിൻ്റെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ദയവായി അത് ചെന്ന് കണ്ട ശേഷം ഇത് കാണുക. എങ്കിൽ മാത്രമേ ഈ വീഡിയോ ഡൗട്ട്സ് ഇല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇഫ് എന്നത് മലയാളത്തിൽ എങ്കിൽ എന്ന അർത്ഥം കിട്ടാനാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഫ് യു വാണ്ട്, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇഫ് യു ടോക്ക്, നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇഫ് യു ബൈ. ഇങ്ങനെ പറയുമ്പോൾ സെന്റൻസ് പൂർണ്ണമാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇഫ് എന്നുള്ള സെന്റൻസിൽ രണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിൽ ഒരു ഭാഗം ഇഫ് ക്ലോസ്, കണ്ടീഷൻ ക്ലോസ് എന്നും പറയാം. രണ്ടാമത്തേത് മെയിൻ ക്ലോസ്, റിസൾട്ട് ക്ലോസ് എന്നും പറയാം. ഫോർ എക്സാമ്പിൾ, ഈ സെന്റൻസ് നോക്കൂ. ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ ക്ലോസ് ഏതാ? ഇഫ് ഐ ഹാവ് ടൈം, എനിക്ക് സമയമുണ്ടെങ്കിൽ. ഐ വിൽ ഡു ഇറ്റ്, ഞാൻ അത് ചെയ്യും. ഇത് റിസൾട്ട് ക്ലോസ് ആണ്. റിസൾട്ടാണ് ഈ സെൻറ്റൻസിൽ കാണിക്കുന്നത്. ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ഡു ഇറ്റ്, എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. ഇങ്ങനെയും പറയാം, ഐ വിൽ ഡു ഇറ്റ് ഇഫ് ഐ ഹാവ് ടൈം. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ, ഇഫ് യു സ്റ്റഡി വെൽ, നീ പരീക്ഷയ്ക്ക് ജയിക്കും. യു വിൽ പാസ് ദി എക്സാം. ഇഫ് ഉപയോഗിച്ച് നമ്മൾ പറയുന്ന 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഇഫ് ഉപയോഗിച്ച് പറയുന്ന 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസസ്. സീറോ കണ്ടീഷണൽ, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുൻപായി ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ലെസൺ. സീറോ കണ്ടീഷണൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഈ സെൻറ്റൻസ് നോക്കൂ. പാൽ പുറത്ത് വെച്ചാൽ അത് കേടാകുന്നു. ഐസ് ഉരുകിയാൽ അത് വെള്ളമാകും. നീ മഴയത്ത് നിന്നാൽ നീ നനയും. ഞാൻ ക്ഷീണിതനാണെങ്കിൽ നേരത്തെ ഉറങ്ങാൻ പോകും. ഇങ്ങനെയുള്ള സയൻറ്റിഫിക് ഫാക്ട്സ്, ജനറൽ ട്രൂത്ത്, ഹാബിച്വൽ ആക്ഷൻസ് എല്ലാമാണ് ഈ കണ്ടീഷനിൽ പറയുന്നത്. ഇതിൽ ഓർത്തിരിക്കേണ്ട സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇഫ് ക്ലോസ്, റിസൾട്ട് ക്ലോസ്, ഇവ രണ്ടും സിമ്പിൾ പ്രസൻറ്റിലാണ് വരുന്നത്. നിങ്ങൾ പാൽ പുറത്തു വെച്ചാൽ, ഇഫ് യു ലീവ് മിൽക്ക് ഔട്ട്, അത് കേടാകുന്നു. ഇറ്റ് സ്പോയിൽസ്. ഈ സെൻറ്റൻസിൽ കണ്ടീഷൻ എന്താണ്? ഇഫ് യു ലീവ് മിൽക്ക് ഔട്ട്, നിങ്ങൾ പാൽ പുറത്ത് വെച്ചാൽ. റിസൾട്ട് ഏതാണ്? അത് കേടാകുന്നു. ഇറ്റ് സ്പോയിൽസ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഐസ് ഉരുകിയാൽ അത് വെള്ളമാകും. ഇഫ് ഐസ് മെൽസ് ഇറ്റ് ബിക്കംസ് വാട്ടർ. ഇഫ് ഐസ് മെൽസ് ഇറ്റ് ബിക്കംസ് വാട്ടർ. നീ മഴയത്ത് നിന്നാൽ നീ നനയും. ഇഫ് യു സ്റ്റാൻഡ് ഇൻ ദ റെയിൻ യു ഗെറ്റ് വെറ്റ്. ഇഫ് യു സ്റ്റാൻഡ് ഇൻ ദ റെയിൻ യു ഗെറ്റ് വെറ്റ്. ഞാൻ ക്ഷീണിതനാണെങ്കിൽ നേരത്തെ ഉറങ്ങാൻ പോകും. ഇഫ് ഐ ആം ടയേർഡ് ഐ ഗോ ടു ബെഡ് ഏർലി. ഈ സെൻറ്റൻസ് ഒരു ഹാബിച്വൽ ആക്ഷനാണ് പറയുന്നത്. ഇഫ് ഐ ആം ടയേർഡ് ഐ ഗോ ടു ബെഡ് ഏർലി. ഞാൻ ക്ഷീണിതനാണെങ്കിൽ നേരത്തെ ഉറങ്ങാൻ പോകും. നെക്സ്റ്റ്, ഫസ്റ്റ് കണ്ടീഷണൽ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. ഈ സെൻറ്റൻസ് എല്ലാം നോക്കൂ. മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ യാത്ര ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ റദ്ദാക്കും. എനിക്ക് ബസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ട്രെയിനിൽ പോകും. ഞായറാഴ്ച മായയെ കണ്ടാൽ നിങ്ങളെ വിളിക്കാൻ ഞാൻ അവളോട് പറയാം. ഇങ്ങനെ ഇത് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന ഒരു പോസിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ പറയാം. ഫസ്റ്റ് കണ്ടീഷൻ ഉപയോഗിക്കുമ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലും റിസൾട്ട് ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുമാണ് വരേണ്ടത്. ഫോർ എക്സാമ്പിൾ, മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ യാത്ര റദ്ദാക്കും. ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ എന്താണ് റിസൾട്ട് ക്ലോസ്? ഞങ്ങൾ യാത്ര റദ്ദാക്കും. വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. എനിക്ക് ബസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ട്രെയിനിൽ പോകും. ഇഫ് ഐ മിസ് ദ ബസ് ഐ വിൽ ടേക്ക് ദ ട്രെയിൻ. ഇഫ് ഐ മിസ് ദ ബസ് ഐ വിൽ ടേക്ക് ദ ട്രെയിൻ. ഞായറാഴ്ച മായയെ കണ്ടാൽ നിങ്ങളെ വിളിക്കാൻ ഞാൻ അവളോട് പറയാം.
If I see Maya on Sunday, I will tell her to call you. If I see Maya on Sunday, I will tell her to call you. ഇങ്ങനെ റിസൾട്ട് ക്ലോസ് വിൽ കൂടാതെ can, should, may ഇങ്ങനെയുള്ള മോഡൽസും ഉപയോഗിച്ച് പറയാം. If you drink milk, you can play in the garden. നീ പാല് കുടിച്ചാൽ നിനക്ക് ഗാർഡനിൽ കളിക്കാം. If you drink milk, you can play in the garden. മഴ പെയ്താൽ നിങ്ങൾ കുട എടുക്കണം. If it rains, you should take an umbrella. If it rains, മഴ പെയ്താൽ you should take an umbrella. നിങ്ങൾ കുടയെടുക്കണം. നിങ്ങൾ അവനോട് ചോദിച്ചാൽ അവൻ നിങ്ങളെ സഹായിച്ചേക്കാം. If you ask him, he may help you. ഫസ്റ്റ് കണ്ടീഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സെക്കൻഡ് കണ്ടീഷണൽ. എപ്പോഴാണ് സെക്കൻഡ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്? ഒരു സാങ്കല്പികമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അതായത് അൺറിയൽ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം സെക്കൻഡ് കണ്ടീഷൻ പറയാം. ഈ സെൻറ്റൻസ് എല്ലാം നോക്കൂ. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറന്നേനെ. എനിക്കൊരു ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഞാൻ കാർ വാങ്ങിയേനെ. അവർ എന്നെ ക്ഷണിച്ചാൽ ഞാൻ ചടങ്ങിൽ പങ്കെടുത്തേനെ. ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കലായി അൺറിയൽ സിറ്റുവേഷൻ പറയുമ്പോൾ സെക്കൻഡ് കണ്ടീഷൻ പറയാം. ഈ സെക്കൻഡ് കണ്ടീഷനിൽ ഓർത്തിരിക്കേണ്ട സെൻറ്റൻസ് സ്ട്രക്ചർ ഇതാണ്. ഇഫ് ക്ലോസിൽ വരുന്നത് ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്, എന്നാൽ റിസൾട്ട് ക്ലോസിൽ വരേണ്ടത് വുഡ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഞാൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ, ഇഫ് ഐ വേർ എ ബേർഡ്, ഞാൻ പറന്നേനെ, ഐ വുഡ് ഫ്ലൈ. ഇവിടെ ഇഫ് ഐ വാസ് എന്നല്ല വന്നിരിക്കുന്നത്, ഇഫ് ഐ വേർ എന്നാണ് വന്നിരിക്കുന്നത്. കാരണം ഇതൊരു ഹൈപ്പോത്തറ്റിക്കലായ സിറ്റുവേഷൻ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. സെൻറ്റൻസ് ഇങ്ങനെയും പറയാം. ഞാൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു. ഇഫ് ഐ വേർ എ ബേർഡ്, ഐ വുഡ് ഫ്ലൈ. അവർ എന്നെ ക്ഷണിച്ചാൽ അല്ലെങ്കിൽ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ ചടങ്ങിൽ പങ്കെടുത്തേനെ. ഇങ്ങനെയും പറയാം, ഞാൻ ചടങ്ങിൽ പങ്കെടുക്കുമായിരുന്നു. ഇഫ് ദേ ഇൻവൈറ്റഡ് മീ, ഐ വുഡ് അറ്റൻഡ് ദ ഫംഗ്ഷൻ. ഇഫ് ദേ ഇൻവൈറ്റഡ് മീ, ഐ വുഡ് അറ്റൻഡ് ദ ഫംഗ്ഷൻ. എനിക്കൊരു ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഞാൻ കാർ വാങ്ങുമായിരുന്നു. ഇഫ് ഐ വോൺ ദ ലോട്ടറി, ഐ വുഡ് ബൈ എ കാർ. If I won the lottery, I would buy a car. The last one is third conditional. എപ്പോഴാണ് ഈ തേർഡ് കണ്ടീഷൻ ഉപയോഗിക്കുന്നത്? പാസ്റ്റിൽ നടക്കാതെ പോയ ഒരു കാര്യം പിന്നീട് ഒരു ഖേദത്തോടുകൂടി പറയുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി ഈ സെൻറ്റൻസ് എല്ലാം നോക്കൂ. നീ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു. നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നീ ജയിക്കുമായിരുന്നു. നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. ഇങ്ങനെ പാസ്റ്റിൽ നടക്കാത്തൊരു സാഹചര്യം പിന്നീട് പറയുമ്പോഴാണ് തേർഡ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ഓർത്തിരിക്കേണ്ട സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ഇഫ് ക്ലോസിൽ വരുന്നത്. എന്നാൽ റിസൾട്ട് ക്ലോസിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. നീ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇഫ് യു ഹാഡ് കോൾഡ് മീ, ഞാൻ വരുമായിരുന്നു, ഐ വുഡ് ഹാവ് കം. ഇഫ് യു ഹാഡ് കോൾഡ് മീ, ഐ വുഡ് ഹാവ് കം. നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നീ ജയിക്കുമായിരുന്നു. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, യു വുഡ് ഹാവ് പാസ്ഡ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ യു വുഡ് ഹാവ് പാസ്ഡ്, നീ ജയിക്കുമായിരുന്നു. ഇവിടെ നന്നായി പഠിച്ചതുമില്ല, എക്സാമിൽ ജയിച്ചതുമില്ല. എക്സാം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ പറയുന്നത്. ഈ സെൻറ്റൻസ് നോക്കൂ. നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. ഇവിടെ ഈ പറഞ്ഞ രണ്ട് സാഹചര്യവും പാസ്റ്റിൽ നടക്കാത്ത കാര്യമാണ്. നേരത്തെ പറഞ്ഞതുമില്ല, പാസ്റ്റിൽ സഹായിക്കേണ്ട സമയത്ത് സഹായിച്ചതുമില്ല. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിന് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം, കാരണം കുറച്ച് ലോങ് സെൻറ്റൻസ് ആണ്. പക്ഷേ സെൻറ്റൻസ് സ്ട്രക്ചർ ഓർത്ത് വയ്ക്കുകയും വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ വളരെ ഈസിയാണ്. ഈ ഒരു ഡേ 26 ലെസൺ യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലെ പഠിക്കണം എന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.